വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 5ലെ നെക്സ്റ്റ് പോർഷനാണ്. ഇതിന് മുമ്പുള്ള പോർഷൻസൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഫാക്ടേഴ്സ് എന്താണെന്നും കോമൺ ഫാക്ടേഴ്സ് എന്താണെന്നും പ്രൈം നമ്പേഴ്സ് എന്താണെന്നും ഒക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് കോപ്രൈം നമ്പേഴ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് റീഡ് ചെയ്തിട്ട് ഞാൻ പറയുന്നില്ല. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട മെയിൻ പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു തന്ന് നിങ്ങളെ ഫിഗർ ഇറ്റ് ഔട്ട് ഞാൻ ചെയ്യിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. അപ്പോൾ കോപ്രൈം നമ്പേഴ്സ് എന്താണ് എന്ന് വെച്ചാൽ, ടു നമ്പേഴ്സ് ആർ സെറ്റ് ടു ബി കോപ്രൈം ടു ഈച്ച് അതർ ഇഫ് ദേ ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ് അതർ ദാൻ 1. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് എഴുതുന്ന കോമൺ ഫാക്ടേഴ്സ് എഴുതുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു അല്ലേ. അപ്പോൾ അങ്ങനെ കോമൺ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനിവിടെ 3യുടെ ഫാക്ടേഴ്സ് എഴുതുന്നു. 3യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1ഉം 3യും. ഇനി 11ൻ്റെ ഫാക്ടേഴ്സ് എഴുതുന്നു. എന്തൊക്കെ വരും 11ൻ്റെ ഫാക്ടേഴ്സ്? 1ഉം 11ഉം മാത്രം വരും. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടർ എന്ത് വന്നു? 1 മാത്രമാണ് കോമൺ ഫാക്ടർ വന്നത്. ഇനി വേറെ ഒരു നമ്പർ എടുക്കാം, 6ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 1 വരും, 2 × 3 6 ആണ്. അപ്പോൾ 2 വരും, 3 വരും, 6 വരും അല്ലേ. 1 × 6 6, 2 × 3 6. ഇനി അടുത്തത് 10 എടുക്കുന്നു. 10 എടുക്കുമ്പം 1 × 10 10 വരും, 2 × 5 10 വരും. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഇങ്ങനെ വന്നു. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെ വന്നു? 1 കോമൺ ഫാക്ടറാണ്, 2 കോമൺ ഫാക്ടറാണ് അല്ലേ. 2 കോമൺ ഫാക്ടേഴ്സ് വന്നു. അപ്പം 6ഉം 10ഉം എന്തല്ല? കോപ്രൈം നമ്പേഴ്സ് അല്ല. ഇതേപോലെ 1 മാത്രം കോമൺ ഫാക്ടറായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നോക്കിയേ, ആസ് 15 and 39 have 3 as a common factor, they are not coprime, but 4 and 9 are coprime. അപ്പോൾ ഇവിടെ 15ഉം 39ഉം എടുത്തു കഴിഞ്ഞാൽ അതിന് 3 കോമൺ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. 15 എടുത്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 15ൻ്റെ ഫാക്ടേഴ്സ് 1 × 15, പിന്നെന്ത് വരും? 3 × 5. ഇനി 39 എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? 1 × 39, പിന്നെ 3 × 13. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടേഴ്സ് 1 വന്നു, 3 വന്നു. അതുകൊണ്ടാണ് 15ഉം 39ഉം എന്താണെന്ന് പറയാൻ കോപ്രൈം നമ്പേഴ്സ് അല്ല. 3 ഇതിന് കോമൺ ഫാക്ടറായിട്ടുണ്ട്. ഇനി 4ഉം 9ഉം എടുത്താലോ? 4 എടുത്താൽ എന്ത് വരും? 4ൻ്റെത് 1 × 4 4, 2 × 2 4. അപ്പം 1ഉം 4ഉം 2ഉം വന്നു. പിന്നെന്താ? 9 എടുത്തു കഴിഞ്ഞാൽ 1 × 9 9, പിന്നെന്താ? 3 × 3. അപ്പോൾ 2 പ്രാവശ്യം 3 എഴുതണ്ട, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഇതിലും 1 മാത്രമാണ് എന്തായിട്ട് വന്നത്? കോമൺ ഫാക്ടറായിട്ട് വന്നത്. അതുകൊണ്ട് 4ഉം 9ഉം എന്താണ്? കോപ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ കോപ്രൈം നമ്പേഴ്സ് എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് നമ്പേഴ്സ് ആർ കോപ്രൈംസ്. ഇനി ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കോപ്രൈംസ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കതിൻ്റെ ഫാക്ടേഴ്സ് ഒന്ന് എഴുതി നോക്കാം. ഫാക്ടേഴ്സ് എഴുതി നോക്കിയിട്ട് കോമൺ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, ആദ്യം 18ഉം 35ഉം. 18ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ആദ്യം നമുക്ക് എഴുതണം. ഫാക്ടേഴ്സ് ഓഫ് 18 ആർ 18 is equal to 18ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 1 × 18 is 18, പിന്നെ എന്ത് വരും? 2 × 9, പിന്നെ 3 × 6. ഇത്രയാണ് വരിക. അപ്പം 1 2 3 6 9 and 18. ഇത്രയുമാണ് 18ൻ്റെ ഫാക്ടേഴ്സ്. ഇനി അടുത്തത് 35ൻ്റെ ഫാക്ടേഴ്സ്. 35ൻ്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 1 × 35, അടുത്ത എന്ത് വരും? 5 × 7. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 35 is equal to 1 5 7 35. ഓക്കെ, ഇനി എന്തെഴുതണം? ഇനി കോമൺ ഫാക്ടേഴ്സ് എഴുതണം അല്ലേ. കോമൺ ഫാക്ടേഴ്സിന് ഞാൻ CF എന്നേ എഴുതുന്നുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ കോമൺ ഫാക്ടേഴ്സ് ആർ എന്ന് എഴുതിക്കണം കേട്ടോ. എന്തൊക്കെ വന്നു?
1 കോമൺ ഫാക്ടറാണ്, പിന്നെ വേറെ ഒന്നും കോമൺ ഫാക്ടറായിട്ടില്ല. അപ്പോൾ കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ 18 and 35 ആർ കോപ്രൈം നമ്പേഴ്സ്. കോപ്രൈം നമ്പേഴ്സ് എന്താണ് എന്ന് മനസ്സിലായല്ലോ. 1 മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് വൺ 15 and 37. അപ്പോൾ അടുത്ത രണ്ടാമത്തത് ഫാക്ടേഴ്സ് ഓഫ് 15. 15ൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് എന്തൊക്കെ എഴുതാം? 1 എഴുതാം, പിന്നെ 3 × 5 15, ഇത്രേ വരത്തുള്ളൂ അല്ലേ. 1, 3, 5 and 15. അടുത്തത് 37. 37ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 37 ഒരു പ്രൈം നമ്പറാണ്. സോ 1 and 37. ഇപ്പോൾ കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെയുണ്ട്? കോമൺ ഫാക്ടർ ഇവിടെ 1 മാത്രമാണ് കോമൺ ഫാക്ടറായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ 15 and 37 ആർ കോപ്രൈം നമ്പേഴ്സ്. ഇനി അടുത്തത് സി 30 and 450. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 30. 30യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെ എഴുതാം? 30യെ നമുക്ക് 1 × 30, 2 × 15, പിന്നെന്തെഴുതാം? 3 × 10, പിന്നെ 5 × 6, ഇത്ര എഴുതാം. അപ്പോൾ 1, 2, 3, 5, 6, 10, 15 and 30. അടുത്തത് 415. 415ൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് എന്തൊക്കെ എഴുതാം? 1 × 415 എഴുതാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ചെയ്യാം അല്ലേ. 5 × 83. ഇത്രേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. 83 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇത്രേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ എഴുതാം? 1, 5, 83, 415. ഇത്രയുമാണ് ഫാക്ടേഴ്സായിട്ട് വരുന്നത്. ഇവിടെയും 1 കോമൺ ഫാക്ടറായിട്ട് വന്നു. അടുത്തത് 5 കോമൺ ഫാക്ടറായിട്ട് വന്നു. 2 എണ്ണം വന്നു. അതുകൊണ്ട് 30ഉം 415ഉം എന്തല്ല? കോപ്രൈം നമ്പേഴ്സ് അല്ല. സോ അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ആർ 1 and 5. So 30 and 415 are not കോപ്രൈം നമ്പേഴ്സ്. ഇനി അടുത്തത് 17 and 69. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 17. 17ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 17 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഫാക്ടേഴ്സ് 1ഉം 17ഉം മാത്രമേ വരത്തുള്ളൂ. അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് 69. 69ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 69നെ നമുക്ക് 1 × 69 എഴുതാം, 3 × 23 എഴുതാം. 23 എന്താണ്? ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം 1ഉം 3, 23 and 69. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെ വന്നു? കോമൺ ഫാക്ടർ 1 മാത്രമേ വന്നുള്ളൂ അല്ലേ. കോമൺ ഫാക്ടർ 1 ആണ്. സോ 17 and 69 ആർ കോപ്രൈം നമ്പേഴ്സ്. ഇനി അടുത്തത് 81 and 18. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 81. 81ൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് എന്തൊക്കെ എഴുതാം? 81നെ നമുക്ക് 1 × 81 എഴുതാം. അടുത്ത നമുക്ക് 3 കൊണ്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 3 × 27 എഴുതാം. പിന്നെ 9 × 9 എഴുതാം. 9 × 9 81. അപ്പോൾ ഫാക്ടേഴ്സ് 1, 3, 9 1 ടൈമേ എഴുതത്തുള്ളൂ, 27 and 81. അടുത്ത നമ്പർ 18. 18നെ നമുക്ക് 1 എഴുതാം, 2 എഴുതാം, 3 എഴുതാം, പിന്നെന്തെഴുതാം? 1 × 18, 2 × 9, 3 × 6, ഇത്ര എഴുതാം അല്ലേ. അപ്പോൾ 1, 2, 3, 6, 9 and 18. ഇവിടെ കോമൺ ഫാക്ടേഴ്സ് 1 വന്നു, 3 വന്നു, പിന്നെന്താ? ഇവിടെ 9 വന്നു, ഇത്ര എണ്ണം വന്നു അല്ലേ. 1ഉം 3ഉം 9ഉം വന്നു. ഓക്കെ. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് 1, 3 and
9. അപ്പം ഇത് കോപ്രൈം നമ്പർ ആണോ? 81 and 18 are not കോപ്രൈം നമ്പേഴ്സ്. രണ്ടും കോപ്രൈം നമ്പേഴ്സ് അല്ല. മനസ്സിലായല്ലോ? അപ്പം കോപ്രൈം നമ്പർ എന്ന് വെച്ചാൽ 1 മാത്രമേ കോമൺ ഫാക്ടറായിട്ട് വരികയുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. While playing the idli vada game with different number pairs, Anshu observed something interesting. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ ആദ്യം നമ്മൾ കണ്ടു, രണ്ടുപേരും കൂടെ ഇഡ്ഡലി വട ഗെയിം കളിക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ കണ്ട ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. Sometimes the first common multiple was the same as the product of the two numbers. ചില സമയങ്ങളിൽ ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമ്മളെടുക്കുന്ന രണ്ട് നമ്പേഴ്സിൻ്റെയും കൂടെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ 3ഉം 5ഉം രണ്ട് നമ്പേഴ്സ് എടുക്കുന്നു. ഇതിൻ്റെ മൾട്ടിപ്പിൾസ് എന്തൊക്കെ വരും? 3യുടേത് 1 × 3 3, 2 × 3 6, 3 × 3 9, 4 × 3 12, 5 × 3 15, 6 × 3 18 എക്സെട്ര ഇങ്ങനെ വരും. 5ൻ്റെത് എന്ത് വരും? 1 × 5 5, 2 × 5 10, 3 × 5 15, 4 × 5 20 ഇങ്ങനെ വരും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസ് ഏതാണ്? 15 ആണ് ഇവിടെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഇവിടെ 15 ആണ്. അപ്പോൾ ഈ 15 എന്തിന് ഈക്വലാണ്? 3ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് ഈക്വലാണ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ദ ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ വാസ് ദി സെയിം ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. അപ്പോൾ നമ്മളിത് ചാപ്റ്ററിൻ്റെ ആദ്യം പഠിച്ച കാര്യമാണ്. അപ്പോൾ 3ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതിന് ഈക്വൽ ആയിരുന്നു എന്താ? ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. At other times the first common multiple was less than the product of the two numbers. അപ്പോൾ ചില സമയങ്ങളിൽ എന്താണ്? ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സിനെ കാട്ടിൽ ചെറുതുമായിരിക്കും. ഫൈൻഡ് എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഓഫ് ദി എബവ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ് ടു ദ നമ്പർ പെയർ ബീയിങ് കോപ്രൈംസ്. അപ്പോൾ നോക്കിയാൽ ഞാനിവിടെ ആൻസർ എടുത്തിട്ടുണ്ട്. നോക്കിയേ, ഫസ്റ്റ് വണ്ണിന് നമുക്ക് എന്തെഴുതാം? എക്സാമ്പിൾസ് 3ഉം 5ഉം ഓൾറെഡി ഞാനിവിടെ ചെയ്ത് കാണിച്ചു. അതേപോലെ 3ഉം 7ഉം എഴുതാം, 4ഉം 9ഉം എഴുതാം. ഇതൊക്കെ എഴുതുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഈ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിന് ഈക്വലായിട്ട് വരും. ഇനി ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റിനെ കാട്ടിൽ ലെസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് 3ഉം 6ഉം. അപ്പോൾ 3യുടെയും 6ൻ്റെയും നമുക്ക് നോക്കാം. 3യുടെ മൾട്ടിപ്പിൾസ് എന്തൊക്കെയായിരുന്നു? 3 6 9 12 15 18 എക്സെട്ര ഇങ്ങനെ വരും. 6ൻ്റെത് 6 12 18 24 ഇങ്ങനെ വരും. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താ വന്നത്? 6 ആണ് വന്നത്. 3ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താലോ എന്ത് വരും? 18 വരും. കണ്ടോ? പ്രൊഡക്റ്റിനെ കാട്ടിൽ ലെസ്സാണ് നമുക്ക് കോമൺ മൾട്ടിപ്പിൾ കിട്ടിയത്. മനസ്സിലായല്ലോ? ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ് ടു ദി നമ്പർ പെയർ ബീയിങ് കോപ്രൈം. അപ്പോൾ നമ്പർ പെയർ കോപ്രൈം ആകുന്നതിനോട് ഇതെങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നതെന്നും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നോക്കിയാൽ വെൻ എവർ ദ നമ്പർ പെയർ ഈസ് കോപ്രൈം, എപ്പോഴാണ്? ദ ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആകുമ്പോൾ നമ്പേഴ്സ് എന്തായിരിക്കും? കോപ്രൈംസ് ആയിരിക്കും അല്ലേ. 3ഉം 5ഉം കോപ്രൈംസ് ആണ് എന്ന് നമ്മൾ മുകളിൽ ഞാൻ ചെയ്ത് കാണിച്ചു. അതേപോലെ 3ഉം 7ഉം കോപ്രൈംസ് ആണ്. കോപ്രൈം എന്ന് വെച്ചാൽ എന്താ? കോമൺ ഫാക്ടർ 1 മാത്രമേ കാണത്തുള്ളൂ. ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ 1 മാത്രമേ കോമൺ ഫാക്ടറായിട്ട് വരത്തുള്ളൂ. അതേപോലെ 4ഉം 9ഉം കോപ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന രണ്ട് നമ്പേഴ്സും കോപ്രൈം ആണ് എങ്കിൽ എന്ത് പറയാം? ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.